ത്യാഗം വയറിലല്ല, മാംസാദികളിലല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരിൽ പ്രചരിക്കുന്ന സന്ദേശത്തിന്റെ വാസ്തവം എന്താണ്? നോമ്പുകാലം ആരംഭിച്ചതിനു പിന്നാലെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വ്യാജ പ്രചരണം നടക്കുന്നത്. ത്യാഗം വയറിൽ അല്ല, മാംസാദികളിൽ അല്ല, ഹൃദയത്തിലാണ് നോമ്പും പശ്ചാത്താപവും വേണ്ടത് എന്ന ആമുഖത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ എന്ന രീതിയിൽ പ്രചരിക്കുന്ന കുറിപ്പ് പാപ്പയുടെ വാക്കുകൾ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫേസ്ബുക്കിലും എക്സ് പ്ലാറ്റ്ഫോമിലും ഇംഗ്ലീഷിൽ പ്രചരിച്ച പോസ്റ്റിന്റെ ഈ പ്രചാരണം പിന്നീട് മലയാളത്തിലും വൈറലായി മാറുകയായിരുന്നു. എന്നാൽ നോമ്പുകാലത്തോടനുബന്ധിച്ചോ മറ്റവസരങ്ങളിലോ പാപ്പ ഇങ്ങനെയൊരു ചിന്ത പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഫെബ്രുവരി 12-ന് ഫേസ്ബുക്ക് ഉപയോക്താവായ മരിയ ബോർഗ് എന്ന പേരിലുള്ള ഐഡിയിൽ നിന്നാണ് ആദ്യമായി വ്യാജ ഉദ്ധരണി പങ്കുവയ്ക്കപ്പെട്ടത്. ഇത് 13,000-ലധികം പേരാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. വൈകാതെ മറ്റനേകം പേജുകളിലും പ്രത്യക്ഷപ്പെടുകയായിരുന്നു. പിക്ചർ പോസ്റ്റുകളായും പിന്നീട് ഇത് പ്രചരിക്കപ്പെട്ടു. എന്നാൽ ഈ പോസ്റ്റിന്റെ പരിഭാഷ പുതിയ ആശയങ്ങളുമായി മലയാളത്തിൽ ആരോ പങ്കുവച്ചതോടെ ആയിരങ്ങളാണ് വ്യാജക്കുറിപ്പ് വാട്സാപ്പിലും ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. മരുഭൂമിയിലൂടെ ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു എന്ന പ്രമേയത്തിലൂന്നിയുള്ള 2024-ലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നോമ്പുകാല സന്ദേശത്തിൽ ആരോപിക്കപ്പെടുന്ന ഉദ്ധരണി അടങ്ങിയിട്ടില്ല എന്നു മാത്രമല്ല, മുൻ വർഷങ്ങളിലും പാപ്പ ഇപ്രകാരം പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രചരിക്കുന്ന ഉദ്ധരണി മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, അപ്പസ്തോലിക കുറിപ്പുകൾ, ചാക്രിക ലേഖനങ്ങൾ എന്നിവ കൃത്യമായി പങ്കുവയ്ക്കുന്ന വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ എവിടെയും ഇല്ല എന്നത് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. റാപ്ലർ ഉൾപ്പെടെയുള്ള വിവിധ വെബ്സൈറ്റുകളും കുറിപ്പ് വ്യാജമാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അസത്യം സത്യത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുക എന്നതിന്റെ തെളിവായാണ് ഈ പ്രചരണത്തെ നോക്കിക്കാണേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമം മുതൽ തന്നെ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈശോ ഉപവസിച്ച കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഏതോ വ്യക്തിയുടെ ഉള്ളിൽ വിരിഞ്ഞ ഭാവനാസൃഷ്ടി മാത്രമായ കുറിപ്പിലെ വാചകങ്ങൾ നല്ല സന്ദേശമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇതിലെ വാചകങ്ങൾ പത്രോസിന്റെ പിൻഗാമിയുടെ വാക്കുകളാക്കി പങ്കുവയ്ക്കുന്നത് ഈ നോമ്പുകാലത്ത് ചെയ്യുന്ന മഹാപാതകമായി മാത്രമേ നോക്കിക്കാണാനാകൂ. ഉപവാസത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രാധാന്യത്തെ കുറച്ചു കാണിക്കുവാൻ മാത്രമേ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് കഴിയുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതെല്ലാം പ്രത്യേകമായി കത്തോലിക്ക വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതിനു മുമ്പ് അതിന്റെ ആധികാരികത മനസ്സിലാക്കുവാൻ ക്രൈസ്തവ സമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വിരൽ ചൂണ്ടുന്നത്.